ഹായ് ഗേയ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹാപ്പി കുട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. കൂടുതലും നമ്മൾ വീട്ടിൽ തന്നെയാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് സ്വന്തമായി ഉണ്ടാക്കിയത്. അപ്പം ബലൂണും കുറച്ച് കാര്യങ്ങളും മാത്രമാണ് മീഷോയിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയത്. അങ്ങനെയാണ് ഹോം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള ബൈൻഡും കളർ പേപ്പറുകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതെന്നും കൂടി കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മീഷോയിൽ നിന്ന് നമ്മൾ ഹാപ്പി ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ കിറ്റ് വാങ്ങിയതിൻ്റെയാണ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ 10-20 ബലൂൺസ് ഉണ്ടായിരുന്നു, അതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്ന കാർഡ് ഉണ്ടായിരുന്നു. അത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു റിബൺ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഫോയിലായിട്ടുള്ള ബലൂൺസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഫോയിൽ പേപ്പറും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജനലിൻ്റെ അടുത്ത് നമ്മൾ നല്ലൊരു കർട്ടനൊക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഈ ഫോയിൽ കർട്ടൻ ഉണ്ടല്ലോ അതെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്ന അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇരുട്ടാണ്. വീട്ടിലെ ലൈറ്റ് വെട്ടത്തിൻ്റെ വെളിച്ചത്താണ് നമ്മൾ എടുക്കുന്നത്. ഫോയിൽ ബലൂൺസ് എല്ലാം നമ്മളൊരു ത്രെഡ് വെച്ചിട്ട് കെട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബലൂൺസ് എല്ലാം വീർപ്പിച്ച് അവിടെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മളൊരു മേശ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മേശയുടെ മുകളിൽ വെക്കാനുള്ള കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളാണ്. ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ തോരണം 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലാസ്സിനുള്ളിൽ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് വെക്കുന്ന സാധനങ്ങളാണ് ഇനി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 5 കഷ്ണം ഈർക്കലെടുത്തിട്ടുണ്ട്. ആദ്യം വലിയൊരു കഷ്ണം ഈർക്കലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ ജോഡി ഈർക്കലും കൂടെ എടുക്കണം. ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ തോരണമാണ് എടുത്തിരിക്കുന്നത്, ബ്ലൂവും വൈറ്റും. അത് നമ്മൾ ഗമ്മ് തേച്ച് തോരണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ പേര് നമുക്കറിയത്തില്ല, എങ്കിലും നമ്മൾ പറഞ്ഞുതരാം. 1 ഒരു മീശയുടെ ഷേപ്പിലുള്ള ഒരു കട്ടിങ്, പിന്നെ കിരീടം പോലത്തത്, സ്റ്റാർ, റിബൺ പോലത്തെയൊക്കെ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഗം പുരട്ടിയിട്ട് നമ്മൾ ഗ്ലിറ്റർ അതിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്തത്. 5 രൂപയ്ക്ക് നമുക്ക് ഗോൾഡൻ കളറിലെയും സിൽവർ കളറിലെയും ഗ്ലിറ്റർ വാങ്ങിക്കാൻ കിട്ടും. അതാണ് നമ്മളിവിടെ തേച്ച് കൊടുത്തത്. അതിനുശേഷം കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മൾ ഹേർട്ടിൻ്റെ ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ഒട്ടിച്ച് വരുമ്പോഴത്തേനും ഒരു പാത്രത്തിൻ്റെ ഷേപ്പാവും. ഇത് ഉണ്ടാക്കാനാണ് കുറച്ച് താമസം എടുത്തത് കേട്ടോ. എങ്കിലും നമ്മൾ ഭംഗിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഹേർട്ടിൻ്റെ ഷേപ്പിലൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് തോരണം തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് പേപ്പർ കൊണ്ട് പൂക്കൾ പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 പൂക്കളാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 1 എന്നുള്ള ഒരു വലിയ ഫോയിലിൻ്റെ ബലൂൺ എവിടെ വെക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാതെ ഇങ്ങനെ അന്തപ്പെട്ട് നിൽക്കുകയാണ്. നേരത്തെ ഉണ്ടാക്കിയ സംഭവങ്ങളെല്ലാം നമ്മൾ ആ ഗ്ലാസ്സിലൊരു തെർമോക്കോൾ ഇട്ടിട്ട് നമ്മളതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പാത്രം ഉണ്ടല്ലോ ഹേർട്ടിൻ്റെ ഷേപ്പിൽ, അത് അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ മാറ്റി വെച്ച് നോക്കി. ലാസ്റ്റ് നമ്മളിവിടെ തന്നെ ഫിക്സ് ചെയ്തു. ആ ഫോയിൽ ബലൂൺ ആണെങ്കിൽ നമ്മൾ ഒരു ഈർക്കൽ വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ആ ലവിൻ്റെ അതായത് ഹേർട്ടിൻ്റെ ഷേപ്പിലുള്ള പാത്രത്തിൽ നമ്മൾ കുറച്ച് മിഠായി ഇട്ട് കൊടുക്കുന്നുണ്ട്. മെലഡിയുടെ മിഠായിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പാത്രത്തിലായിട്ട് നമ്മൾ ഡോണറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമായിരുന്നു. നമ്മൾ നേരത്തെ കേക്ക് ഓർഡർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ബ്ലൂ കളറിലെ കിട്ടിയേനെ, പക്ഷേ നമ്മൾ ഓർഡർ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ബർത്ത്ഡേക്ക് ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് നല്ല ഇതിലും സൂപ്പറായിട്ട് ആഘോഷിക്കാമെന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ ബർത്ത്ഡേയുടെ അന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ബർത്ത്ഡേയുടെ ഒരു വ്ലോഗിൽ നമ്മളിതെല്ലാം കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.